വാർത്തകൾ തുടരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഇടുക്കി ദേവികുളത്ത് പുലിയുടെ സാന്നിധ്യം. വീട്ടുമുറ്റത്ത് കിടന്ന വളർത്തുനായയെ പുലി കടിച്ചുകൊണ്ടുപോയി. പുലി നായയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, കൂടുതൽ വിവരങ്ങൾ. ആതിര, വളരെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ഇന്ന് രാവിലെയോടെയാണ് ഈ രവിയുടെ വളർത്തുനായെ കാണാതായത്. പിന്നീട് വൈകുന്നേരം എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ ഓട്ടോ ഡ്രൈവറായ രവി. ദേവികുളം മിഡിൽ ഡിവിഷൻ സ്വദേശിയാണ് ഈ രവി. വൈകുന്നേരത്തോടെയും വളർത്തുനായെ കാണാത്തതിനെ തുടർന്ന് ഈ ദൃശ്യങ്ങൾ CCTV പരിശോധിക്കുകയായിരുന്നു. ഈ പരിശോധനയിലാണ് ഇന്ന് പുലർച്ചെ 3:45 ഇത്തരത്തിലൊരു പുലി വീടിന് മുറ്റത്തു നിന്നും ഈ വളർത്തുനായെ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ കാണാനിടയായത്. നിരവധി ഇത് തോട്ടമേഖലയാണ് ദേവികുളം സെൻട്രൽ ഡിവിഷൻ എന്ന് പറഞ്ഞ സ്ഥലം. നിരവധി ആളുകൾ അധിവസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. മിഡിൽ ഇതിന് താഴെ ആശുപത്രിയും അതോടൊപ്പം തന്നെ സ്കൂൾ അടക്കമുള്ള ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വീട്ടുമുറ്റത്ത് തന്നെ ഈ പുലർച്ചെ ഇത്തരത്തിൽ ഈ പുലി എടുത്തുകൊണ്ട് പോയ ഈ ദൃശ്യങ്ങൾ കണ്ടതോടെ ഇപ്പോൾ മേഖലയിലെ ആളുകൾ തന്നെ ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. കാരണം വീട്ടുമുറ്റത്ത് വരെ പുലി എത്തുന്ന ഒരു സാധ്യത പലപ്പോഴും കഴിഞ്ഞ ദിവസം തന്നെ ഈ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷൻ അടക്കം RNT 3 കടുവകളെ കണ്ടെത്തിയിരുന്നു. കടുവകളുടെ ആക്രമണം രൂക്ഷമാണ് തോട്ടമേഖലയിൽ. നിരവധി 200-ലധികം പശുക്കൾ ചത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ പുലിയുടെ ഒരു സാന്നിധ്യം വീട്ടുമുറ്റത്ത് വരെ എത്തിയെങ്കിൽ അത് വലിയൊരു ആശങ്കയിലാണ് ഇപ്പോൾ ആളുകൾ നോക്കിക്കാണുന്നത്. ഏതായാലും വനവകുപ്പിനെ അറിയിക്കാനാണ് ഈ നാട്ടുകാരുടെ ഒരു തീരുമാനം തന്നെ. കാരണം ഈ പുലി പല സ്ഥലങ്ങളിലും പുലിയുടെ ഒരു സാന്നിധ്യം പല സ്ഥലത്തും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും വീട്ടുമുറ്റത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു വളർത്തുനായെ കൊണ്ടുപോകുന്ന ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ കാണാനിടയായത്. ഏതായാലും ഇവിടെയുള്ള ആളുകൾ വലിയൊരു ആശങ്കയിൽ തന്നെയാണെന്ന് പറയാൻ സാധിക്കും. ശരി ബിനീഷ്, ഇടുക്കി ദേവികുളത്ത് പുലിയുടെ സാന്നിധ്യം. വീട്ടുമുറ്റത്ത് കിടന്ന വളർത്തുനായയെ പുലി കടിച്ചുകൊണ്ടുപോയി. പുലി നായയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്.